നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത്രയും നാൾ ഗുരുവായൂരായിരുന്നു പറഞ്ഞിട്ട് ഇവിടെ ഒന്ന് ഒളിച്ചു താമസിക്കായിരുന്നു അല്ലേ? അതെ അതെ, ഭാര്യയ്ക്ക് മോൾക്കും ഒപ്പം ഒളിച്ചു താമസിക്കായിരുന്നു. മോളെ പറഞ്ഞ് മോന്റെ ഷോറൂമിൽ വിട്ടിട്ട്. അങ്ങേരെ ഒരു പട്ടാളക്കാരനാണെന്ന് മനസ്സിലായി ഇപ്പോഴാ. രാഗിണി എന്ന ഭാര്യയുടെ മുന്നിൽ മുട്ടുപറച്ച് നിൽക്കുമ്പോഴും ചങ്കുറപ്പുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അങ്ങേര് സ്വന്തം വീട്ടിൽ താമസിക്കുമ്പോ ഈ സത്യങ്ങളൊക്കെ ജയലാലിന്റെ അമ്മ തിരിച്ചറിഞ്ഞാലുള്ള അവസ്ഥ. എങ്കിൽ മൂത്ത മരുമോളുടെ തലക്കടിച്ച പോലെ ഭർത്താവിനെ തലക്കടിച്ച് കൊന്നേനെ. ഇപ്പൊ തലക്കടി കിട്ടിയിരിക്കുന്നത് അവർക്കാ. അവരിനിയും തളരും, മാറും. അവരുടെ ഇപ്പോഴത്തെ ശൗര്യമൊക്കെ കെട്ടടങ്ങുകയും ചെയ്യും. പക്ഷേ ജയലാൽ കൂടെ കുറച്ച് ധൈര്യം കാണിക്കണമെന്ന് മാത്രം. ലാലേട്ടൻ ധൈര്യം കാണിച്ചാ മിക്കവാറും അവരവരുടെ ദേഹം കത്തിക്കും. കത്തിക്കെട്ടെന്നേ, ഇങ്ങനെയുള്ളവരൊക്കെ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? മനുഷ്യന്റെ ഗുണമില്ലാത്തവരെല്ലാം മരിക്കണം. അല്ല, വീട്ടിലേക്ക് വരുന്നോ? എപ്പോഴെപ്പോഴും കയറി വരുന്നില്ല. ഇപ്പൊ വന്നിട്ട് കൊറേ ദിവസം ആയല്ലോ. അമ്മ തിരക്കുന്നുണ്ട് കേട്ടോ. ആ, എന്നാ പിന്നെ വന്നോളയല്ലേ? എന്നാ പിന്നെ പോവാം. അമ്മേ, ആ ഫ്രണ്ട് ഡോറ് തുറന്നിട്ടിട്ടാണോ അടുക്കളയിൽ പോയി നിൽക്കുന്നത്? ഇവിടേക്ക് ആരെങ്കിലും കയറി വന്നാലും എടുത്തോണ്ട് പോകാൻ ഒന്നുമില്ല. അതുകൊണ്ടാ ധൈര്യമായിട്ട് ഡോറൊക്കെ തുറന്നിട്ട് ഞാൻ അടുക്കളപ്പണിയൊക്കെ ചെയ്യുന്നത്. എന്തൊരു ചൂടാ, അതുകൊണ്ടാ വാതിലും ജനലൊക്കെ തുറന്നിടുന്നത്. അമ്മയെ കാണാൻ ഒരാള് വന്നിട്ടുണ്ട്. കേറി വാ. കേറി വാ മോനെ. കൊറേ നാളായിട്ട് ഈ നിൽക്കുന്ന ആൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കണമെന്ന് പറയുമല്ലേ? ഇന്നാ കടം വീട്ടിക്കോ. അയ്യോ, ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ടൊന്നും വന്നതല്ല. മോനെ ഇരിക്കേ. അമ്മ, എടോ എന്താ ഇത്? ഇരിക്കേ. ഇന്ന് ജഗൻ വരുന്നുണ്ടെങ്കിൽ നേരത്തെ വിളിച്ച് പറയണ്ടേ മോളെ? എന്ന് വെച്ച് വിഷമിക്കണ്ടോ മോനെ. അത്യാവശ്യം മീൻ വറുത്തതും മീൻകറിയൊക്കെ ഉണ്ട്. മുട്ട ഉണ്ടെങ്കിൽ അതുകൂടി എടുത്തോ അമ്മ. നാടൻ മുട്ടയുടെ ആളാ. അത് തനിക്കെങ്ങനെ അറിയാം? അത് ഈ ശരീരം കണ്ട ആർക്കായാലും മനസ്സിലാവില്ലേ? അവനവിടെ ഭക്ഷണം എല്ലാം ഉണ്ടാക്കിയിട്ട് കാത്തിരിക്കുവേ ആ സുനില്. എല്ലാ ദിവസവും അയാളല്ലേ കാത്തിരിക്കുന്നത്. ഞങ്ങള് പക്ഷെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി അല്ലേ അമ്മ? അത് ശരിയാ. ഇനിയിപ്പോ രണ്ടാൾക്കും വേണമെങ്കിലും ഇവിടെ വന്ന് ആഹാരം കഴിക്കാം. അയ്യോ, അതൊന്നും ശരിയാവില്ല. അമ്മ അമ്മയുടെ സ്നേഹം കൊണ്ട് അങ്ങനെ പറഞ്ഞെങ്കിലും ഞങ്ങളത് മുതലെടുക്കാൻ പാടില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല ജഗ. ഇവിടെ ഇപ്പോ എന്റെ 2 മക്കളും ഇല്ല, ഇവള് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ രണ്ടാളും വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ പ്രയാസം? ശരിയാ, ഒരു ദിവസം സുനിലിനെ വിളിച്ചോണ്ട് പോരെ. അവനിവിടെ വന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അവന്റെ നാവിന്ന് നല്ലതൊന്നും വരില്ല. പറയേണ്ട കാര്യങ്ങള് സുനില് വെട്ടി തുറന്ന് പറയും. അത് അന്നത്തെ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ മോളുടെ LLB ഉടനെ കഴിയും. ജഗനും എന്തെങ്കിലും ഒരു ജോലി സംഘടിപ്പിക്ക്, പിന്നെ തടസ്സമൊന്നുമില്ല. എന്തിന്? അല്ല, തടസ്സമൊന്നുമില്ല എന്ന് ഞാൻ പറയായിരുന്നു. തടസ്സം ഉണ്ടാവാൻ ഇവിടെ ഇപ്പൊ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞ എന്താണെന്ന് രണ്ടാൾക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇനി അതെന്നെ കൊണ്ട് പറയിക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.